ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സർപ്രൈസായിട്ട് കൊണ്ടുവന്ന മീൻ കണ്ടോ. അപ്പോൾ അദ്ദേഹം എനിക്കിത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇന്ന് നമുക്ക് നല്ലൊരു മീൻ ഫ്രൈയും മീൻ കറിയും വെക്കാം. അപ്പോൾ മീൻ തലയൊക്കെ ഇട്ട് നമുക്ക് കറി വെക്കണമെന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുവന്നതാണ്. തുറന്നു നോക്കിയപ്പോൾ നോക്കാം, അതിന് തലയൊന്നുമില്ല. അപ്പോൾ പിന്നെ തലയൊന്നുമില്ലാത്ത കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ വൃത്തിക്ക് കഴുകണം, അതാണ് മെയിനായിട്ട്. മീൻ നമ്മൾ നന്നായിട്ട് കഴുകണം. ആക്ച്വലി ഇങ്ങനെയല്ല കഴുകേണ്ടത്, മഹേഷേട്ടൻ്റെ ഒരു സ്റ്റൈലാണിത്. നമ്മളെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യം മീൻ്റെ ഇതെല്ലാം മാറ്റി വെള്ളമെല്ലാം കളഞ്ഞിട്ട് ആദ്യം നമ്മൾ നല്ല ഉപ്പിട്ട് നന്നായിട്ട് തേച്ച് കഴുകണം. അതിനകത്തൊരു തുള്ളി പോലും വെള്ളം കാണരുത്. നന്നായിട്ട് എടുത്തു അതോ ഒരു മീൻ കിടക്കുന്നു. മതി സാരമില്ല, കഴിഞ്ഞു. ഞാൻ തുള്ളി പോലും എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും അങ്ങ് കഴുകാ. ഓക്കെ. ഇനി നമ്മൾ കുറച്ച് കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കഴുകണം. അതിങ്ങനെ റൗണ്ട് ഒരു ആ ഒരു റൊട്ടേഷൻ ബേസിസിൽ അങ്ങനെ ചെയ്യും. അതിൻ്റെ പിടി പിടിച്ചോ, കുഴപ്പമില്ല. ആ പിടി അങ്ങനെ അത് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും നന്നായിട്ട്. പണ്ടത്തെ ആൾക്കാർ പറയും, പണ്ടത്തെ ആൾക്കാരല്ല ഇപ്പോഴും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മീൻ കഴുകിയ വെള്ളം കൊണ്ട് മുഖം കഴുകണം. അത്രയ്ക്ക് ക്ലീനായിട്ട് വേണം നമ്മൾ മീൻ കഴുകാൻ. അല്ലാതെ സാധാരണ ചുമ്മാ 2-3 വട്ടം കഴുകുക. നന്നായിട്ട് അതിനെ തേച്ച് പിന്നെ നന്നായിട്ട് എന്താ പറയുക, ഒരുപാട് നേരം എന്നിട്ട് വെള്ളം ഒഴിച്ച് പിന്നെയും കഴുകണം. വീണ്ടും ഉപ്പിട്ട് കുറച്ചും കൂടി അതേപോലെ റൊട്ടേറ്റ് ചെയ്യണം. പിന്നെയും ഉപ്പില്ലാണ്ടും കഴുകി അവസാനം ഒരു തെളിഞ്ഞ വെള്ളം കാണണം. ആ വെള്ളം കൊണ്ട് നമ്മൾ മുഖം കഴുകണം. അതേപോലത്തെ തെളിഞ്ഞ വെള്ളം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അതെടുത്ത് മുഖമൊന്നും കഴുകരുത് കേട്ടോ. അപ്പം ഇത് കഴുകിയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് അവർ വെട്ടിയാലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ രീതിയിൽ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടും. ബിക്കോസ് അവർ ഫുള്ളായിട്ട് അവർ ഇതാക്കും. ഇതും തലയും പാലും മാത്രം ഇതാക്കും. ഞാൻ എന്ത് ചെയ്യും, ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള കുടലൊന്നും അവർ കളയുന്നില്ല. അതിൻ്റെ സൈഡിലുള്ള ഫിന്ന് ഇതൊന്നും കളയുന്നില്ല. സോ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഓൾവേസ് നോൺ വെജ് വീട്ടിൽ മേടിക്കുമ്പോൾ എനിക്ക് തന്നെ ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഒരു തൃപ്തിയില്ല. അത് പണ്ട് തൊട്ടുള്ളൊരു ശീലമാണ്. ആൻഡ് ഐ ലവ് ടു ക്ലീൻ ഫിഷ്. വീട്ടിലായാലും ചെറിയ മീൻ, വലുതൊന്നും അല്ല കേട്ടോ, ചെറിയ മീൻ, മത്തി, നെത്തോലി അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യാൻ ഇഷ്ടമാണ്. ഈവൻ പ്രോൺസ് ക്ലീൻ ചെയ്യാൻ ഇഷ്ടമാണ്. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി ഞാൻ കാണിച്ചു തരാം. ആൻഡ് ചില മീനിന് ലൈക്ക് ദിസ് ഒരു മുട്ടയുണ്ട്. അതിൻ്റെ ഇത് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ മത്തിക്കുട്ടന്മാരെ നമുക്ക് ക്ലീൻ ചെയ്ത് കറിയും വറക്കുകയും ചെയ്യാം. ഓക്കെ. ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മീൻ ചെറുതായിട്ട് വരഞ്ഞാൽ മതി, ഒരു 2 വര, സോ ദാറ്റ് ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചു. ഇനി നമുക്ക് കുറച്ച് കുടംപുളി എടുക്കാം. ഇത് മമ്മി എനിക്ക് തന്നെയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഞാനൊരു 2-3 പുളി നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്തിടണം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പുളി എടുക്കാം, നിങ്ങളുടെ രുചിക്കനുസരിച്ച്. അപ്പം ഞാനിവിടെ ഒരു 3-4 എടുക്കുന്നത്. പിഴുപുളിയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളത്തിനകത്ത് നമ്മൾ ഇങ്ങനെ സോക്ക് ചെയ്തിടണം. എന്നിട്ട് ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ എടുത്ത് ചതയ്ക്കണം. ഞാനത് ഒരു 7 വെളുത്തുള്ളി എടുത്ത് ചതച്ചു. ഇനി നമുക്കടുത്തതായിട്ട് കുറച്ച് ഇഞ്ചി എടുക്കുക. ഇഞ്ചിയും ഇതേപോലെ നമ്മൾ ചതച്ചെടുക്കണം. പിന്നെ കുറച്ച് ചെറിയുള്ളി എടുക്കുക, അതൊരു 5-6 എടുക്കാം. അതും എടുത്ത് നന്നായി ചതയ്ക്കുക. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ, ഇറ്റ് ഈസ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് കഴിഞ്ഞ് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. ഞാനൊരു 2 തക്കാളി അരിഞ്ഞു വെച്ചു. ഇനി ഒരു പാൻ എടുത്തിട്ട് അത് കത്തി ചൂടാവണം. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും. നന്നായിട്ട് ഒഴിക്കുക, കുറച്ച് ആവശ്യത്തിന്. അത് കഴിഞ്ഞ് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി, അതൊക്കെ അതിലേക്ക് ആഡ് ചെയ്യണം. നന്നായിട്ട് മുരിഞ്ഞ് വരണം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക്
നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ആഡ് ചെയ്യുക. പിന്നെ അത് നന്നായിട്ട് നമ്മളൊന്ന് സ്റ്റിർ ചെയ്യണം. അതിൻ്റെ ആ ഒരു പച്ചപ്പ് പോകുന്നത് വരെ നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. അത് നന്നായിട്ട് സ്റ്റിർ ചെയ്യണം. ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു ചതച്ച് വെച്ചിരിക്കുന്ന ഉലുവ നന്നായിട്ട് പൊടിച്ച് വെക്കാം, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇത് പെപ്പർ പൗഡറും ആഡ് ചെയ്യണം. അത് നന്നായിട്ട് ആഡ് ചെയ്തിട്ട് ആ ഒരു സ്മെല്ല് പോകുന്ന ആ പച്ച സ്മെല്ല് പോകുന്ന വരെ. പിന്നെ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഉലുവയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നന്നായിട്ട് നമ്മൾ സ്റ്റിർ ചെയ്യണം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നൊരു സ്മെല്ലുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അതും നന്നായിട്ട് വേവണം. അങ്ങനെ നന്നായിട്ട് സ്റ്റിർ ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇനി വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പം അങ്ങനെ നന്നായി വെന്ത് വന്നതിന് ശേഷം നമ്മൾ അവിടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിയില്ലേ, കുടംപുളി, അപ്പോൾ അത് നമ്മൾ ഒന്ന് ചിലരൊക്കെ ആ വെള്ളം മാറ്റി വെക്കും, പക്ഷേ അല്ലാത്തവർ ആ വെള്ളവും അതിലേക്ക് തന്നെ മിക്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ അത് ഒന്ന് എടുത്ത് ഇതിലേക്ക് നമ്മൾ ഒഴിക്കേണ്ടതാണ്. ഞാനത് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച്, അതായത് ഭയങ്കര വാട്ടറി പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കൊറിയൻഡർ പൗഡർ ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഒന്ന് അരച്ചിട്ട്, അരപ്പ് വേണമെങ്കിൽ നന്നായിട്ട് അരച്ച് അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഞാൻ ഈ മീനൊക്കെ നന്നായിട്ട് തിള വന്നതിന് ശേഷം വേണം നമ്മൾ മീനെടുത്ത് അതിലേക്ക് ഇടാൻ, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇതങ്ങ് പൊടിഞ്ഞു പോകും. മീനൊക്കെ പെട്ടെന്ന് വേവും. നമ്മുടെ മീൻ കറി റെഡിയായി. 5 to 10 മിനിറ്റ്സ് മതി കേട്ടോ ഇങ്ങനെ വേവാൻ വേണ്ടിയിട്ട്. അധികം വേവൊന്നും വേണ്ട മീനൊക്കെ. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ മീൻ കറി റെഡി ആയിരിക്കുകയാണ്. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബൈ.